നമസ്കാരം. സ്കൂട്ടർ വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഹീറോയുടെ ഏറ്റവും പുതിയ മോഡലായ പാഷൻ പ്ലസ് ആണ്. ഇത് 2023 ലോഞ്ച് ചെയ്ത ലേറ്റസ്റ്റ് മോഡലാണ്. അതിൻ്റെ തന്നെ 2024 ഇറങ്ങിയ BS7 E20 ഫ്യൂവൽ സെൻസറുള്ള OBD2 ഓക്സിജൻ സെൻസറുള്ള ഏറ്റവും പുതിയ വണ്ടിയുടെ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ബോഡി ഗ്രാഫിക്സ് വരുന്നൊരു മോട്ടോർ സൈക്കിളാണിന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുകൂടാതെ ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തേക്കുക. കേരളത്തിൽ ഇറങ്ങുന്ന എല്ലാ പുതിയ മോട്ടോർ സൈക്കിൾസിൻ്റെയും സ്കൂട്ടേഴ്സിൻ്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൈയോടെ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ഈ കാണുന്നത് 2024 മോഡൽ ഹീറോയുടെ പാഷൻ പ്ലസ് മോഡലാണ്. അപ്പോൾ പാഷൻ പ്ലസിനെ കുറിച്ച് ഞാൻ കൂടുതൽ കഥ പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഇതൊരു ഇപ്പോൾ വരുന്നത് 100 cc വണ്ടിയാണ് കേട്ടോ. പക്ഷേ വണ്ടിയുടെ വലിപ്പം കണ്ടാൽ നമ്മളൊരു 125 cc വണ്ടിയുടെ ഒരു വലിപ്പവും ഗാംഭീര്യവും വണ്ടിക്കുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അലോയ് വീൽസ് വരുന്നത് 18 ഇഞ്ചാണ്. ടയേഴ്സ് എല്ലാം ട്യൂബ്ലെസ് ടയേഴ്സാണ് ബൈക്കിന് കൊടുത്തേക്കുന്നത്. ഇതുപോലെ ഷോക്കപ്പിലൊരു റിഫ്ലക്ടർ വരുന്നുണ്ട്. കോംബി ബ്രേക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. ഫ്രണ്ടിലെയും ബാക്കിലെയും ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈക്വലായിട്ട് ബ്രേക്കിംഗ് ഡിസ്ട്രിബ്യൂട്ട് ആവും. 80-100-18 MRF അല്ലെങ്കിൽ C8 ട്യൂബ്ലെസ് ടയറായിരിക്കും വണ്ടിക്ക് തരുന്നത്. അലോയ് വീലിന് ചുറ്റും ഒരു സിൽവറിൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൻ്റെ ബോഡി ഗ്രാഫിക്സിനെ കുറിച്ച് പറയാം. ഇതിലെ പാഷൻ പ്ലസ് എന്നുള്ള ആ സെയിം ഫോണ്ട് തന്നെയാണ് പഴയ മോഡലിലും ഇപ്പോഴത്തെ മോഡലും വരുന്നത്. പിന്നെ ആ ഒരു റെഡും സിൽവറും കൂടിയുള്ള മിക്സ് ആയിട്ടുള്ള ഗ്രാഫിക്സ്, സൈഡ് കവറ്, ടെയിൽ പീസ്, ടെയിൽ കവള് അങ്ങനെ തുടങ്ങി ഏറ്റവും ലാസ്റ്റ് വന്നേക്കും. പിന്നെ അഡീഷണലായിട്ട് ഹീറോൻ്റെ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. സ്റ്റോറേജ് ബോക്സിന് പ്രോഗ്രാമഡ് FA എന്നുള്ളൊരു ക്രോമിലുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഡിസൈനൊക്കെ ഏകദേശം സെയിം ടു സെയിം ആണ്. എഞ്ചിൻ കപ്പാസിറ്റി 99 cc ആണ് വണ്ടിക്ക് വരുന്നത്. 5.9 bhp പവർ വരും. 8.5 Nm ആണ് പവർ വരുന്നത്. 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതുകൂടാതെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി സപ്പോർട്ടഡ് ആണ്. പ്രോഗ്രാംഡ് ബൈ FI ആണ്. ഹീറോൻ്റെ പേറ്റന്റ് ടെക്നോളജിയാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. മൈലേജ് ഒരു 75-നും 80-നും ഇടയിൽ കമ്പനി ഓഫർ ചെയ്യുന്നതിന് അതിന് പൊക്കത്തൊക്കെ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് FIയുടെ ആ ഒരു ലോഗോ വരുന്നത്. പിന്നെ i3S സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ഉണ്ട്. ഈ ഗ്രാഫിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല സൂപ്പർ ഗ്രാഫിക്സ് ആണ്. അത് കണ്ടാൽ പഴയ ഡിസൈനാന്ന് തോന്നുന്നു, എന്നാൽ അവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. കൂടാതെ കുറച്ച് കണ്ട ഒരു സിൽവർ ലൈനിങ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഫുഡ് റെസ്റ്റ് വരുന്നത് സിംഗിൾ ഫോൾഡബിൾ ഫുഡ് റെസ്റ്റ് ആണ്. മെറ്റൽ ആണ് ഇതിൻ്റെ ചെയിൻ കവർ വരുന്നത്. റെഡ് കളറ് സ്പ്രിംഗ് മൗണ്ടഡ് 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിയർ സസ്പെൻഷനാണ് വരുന്നത്. അത് ചെയിൻ അഡ്ജസ്റ്ററാണ്. ഇത് സ്റ്റോക്ക് വണ്ടിയാണ്, അതുകൊണ്ട് ഇതിൻ്റെ സാരി കാർഡ് ഫിറ്റ് ചെയ്തിട്ടില്ല, എന്നാലും നല്ലൊരു സാരി കാർഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിയുടെ സ്വിച്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാറ്റ് ബ്ലാക്ക് കളറിലുള്ള സ്വിച്ചസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇത് പാസ് ബട്ടൺ, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച് ഇടത്തെ സൈഡിൽ വരും. ക്രോം കളറിലുള്ള അടിപൊളി ഹാൻഡിൽ വരുന്നുണ്ട്. കീ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഹീറോ ഹോണ്ട ഗ്ലാമറിലും പാഷൻ പ്രോയിലും വരുന്ന കീ തന്നെയാണ്. മീറ്റർ അനലോഗ് ഡിജിറ്റൽ മിക്സ് ആയിട്ടുള്ള മീറ്ററാണ്. ഇതാണ് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ. ആദ്യത്തെ മോഡൽ i3S സ്വിച്ച് ഇവിടെ തന്നെ വന്നിരുന്നു, പക്ഷേ ഇപ്പോൾ മാറി മീറ്ററിൻ്റെ വലത്തെ സൈഡിലാണ്. ഇതിൽ ന്യൂട്രൽ ലൈറ്റ് കാണിക്കും, ഡിമ്മ് ബ്രൈറ്റ്, ഇൻഡിക്കേറ്ററൊക്കെ ഇടത്തെ സൈഡിൽ കാണിക്കും. വലത്തെ സൈഡിൽ എൻജിൻ മാൽഫങ്ഷൻ്റെ ആ മഞ്ഞ ലൈറ്റ് കാണിക്കും. ഇപ്പുറത്തെ i3S ബട്ടൺ കാണിക്കും. ഇത് ട്രിപ്പിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് കാണിക്കുക. വേറെ ഹങ്കി ഫങ്കി ഫീച്ചേഴ്സൊന്നും വണ്ടിയിൽ വരുന്നില്ല. ജസ്റ്റ് ട്രിപ്പ്, പിന്നെ AB അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. ടാങ്ക് നമ്മുടെ പഴയ പാഷൻ പ്രോൻ്റെ 11 ലിറ്റർ സ്റ്റോറേജ് ഉള്ള ടാങ്ക് തന്നെയാണ് വന്നത്. ടാങ്ക് വളരെ മസ്കുലറാണ്. ടാങ്കിൻ്റെ വലിപ്പത്തിൽ നിന്ന് പൊടിക്ക് കുറയുള്ളൂ സീറ്റിലേക്ക്. അപ്പോൾ സീറ്റ് നല്ല വലിപ്പമുള്ളതും വീതിയുള്ള സീറ്റാണ്. നമുക്ക് 2 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. ഗ്രാബ് റെയിലും സെയിം 2014 ഇറങ്ങി തുടങ്ങിയ പാഷൻ പ്രോൻ്റെ സെയിം ഗ്രാബ് റെയിൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ബാക്കി ടെയിൽ ലൈറ്റ്, ഇൻഡിക്കേറ്ററൊക്കെ സെയിം തന്നെയാണ്. ടെയിൽ ലൈറ്റിൻ്റെ ആ ലൈറ്റ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ സീറ്റ് കവിളിൽ ഒരു അടിപൊളി ഹീറോൻ്റെ ബാഡ്ജിങ് വരും. ഞാൻ ടെയിൽ ലൈറ്റ് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇംഗ്ലീഷ് ഓണായ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ടെയിൽ ലൈറ്റ് കത്തുമ്പോഴുള്ള ഭംഗി ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കും. ഒരു 3 ലെയർ LED കത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് ടെയിൽ ലൈറ്റ് കത്തുമ്പോൾ. ഇൻഡിക്കേറ്റർ ഫ്രണ്ടും ബാക്കും സെയിം ടു സെയിം ഓൾഡ് തന്നെയാണ്. ഫ്ലെക്സിബിൾ ഇൻഡിക്കേറ്ററാണ്. മറ്റു വണ്ടിക്കാരുമ്പോൾ തട്ടിയാലും പൊട്ടൊന്നുമില്ല. ഹാർഡ് ഫൈബറിലുള്ള ഇതൊരു സ്റ്റോക്ക് വണ്ടിയാണ്. ഈ സൈലൻസറിന് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മാറ്റ് ബ്ലാക്ക് കളറായി കാണിക്കുക, പക്ഷെ അത് ശരിക്കും അങ്ങനെ അല്ല. ഇതിന് ക്രോം ആയിട്ടുള്ള ഫുൾ സൈലൻസർ ഷീൽഡ് വരും. 18 ഇഞ്ച് മാറ്റ് ബ്ലാക്ക് അലോയ് വീൽ വിത്ത് സിൽവർ ലൈനിങ് ഉള്ള ട്യൂബ്ലെസ് ടയറാണ്. അത് C8 അല്ലെങ്കിൽ MRF 80-100-18 ട്യൂബ്ലെസ് ടയറാണ് ബാക്ക് സൈഡിൽ വരുന്നത്.
ബോഡി ഗ്രാഫിക്സ് കിടലിനായിട്ടുണ്ട്. കണ്ടാൽ പഴയതാണെന്നും, പക്ഷേ അഡീഷണൽ ആയിട്ട് കുറച്ച് സിൽവറിൻ്റെയും മാറ്റ് ബ്ലാക്കിൻ്റെയും റെഡിൻ്റെയൊക്കെ ലൈനിങ് വെച്ച് അഡീഷണൽ ഹീറോൻ്റെ ബാഡ്ജിങ് i3 ബാഡ്ജിങ് വെച്ച് വണ്ടി കിടലിനാക്കിയിട്ടുണ്ട്. അപ്പോൾ 2024 മോഡൽ പാഷൻ പ്ലസ് സെൽഫ് സ്റ്റാർട്ടുള്ള മോഡൽ i3 വണ്ടിയുടെ ഓൺ റോഡ് കോസ്റ്റ് 99,000 രൂപയാണ്. ഈ വീഡിയോ എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൈരളി മോട്ടോഴ്സ് ആണ് ഓർത്ത് പറയില്ല. അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യും. പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂസും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സീ യു. ബൈ ബൈ.